ക്ലാസ് ആക്ച്വലി ഞാൻ കെമിസ്ട്രി ആയിരുന്നു. അപ്പോഴത്തേക്കും ആദ്യം ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഭയങ്കര ഒരു എന്താ കൺഫ്യൂഷൻ ആയിരുന്നു. കെമിസ്ട്രി ആയതുകൊണ്ട് നമുക്ക് കൂടുതലും ഇത് എന്താ ബയോകെമിസ്ട്രി, അതുപോലെ തന്നെ ബയോടെക്നോളജി, എൻവയൺമെന്റൽ അങ്ങനത്തെ പോർഷൻസ് ഒക്കെയാണ് കൂടുതൽ സിലബസിൽ ഉണ്ടാവുക എന്ന് അറിഞ്ഞിട്ട് അപ്പം ഭയങ്കര ടെൻഷൻ ആയിരുന്നു. നമുക്ക് കെമിസ്ട്രിക്കാർക്ക് എങ്ങനെ അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുമോ, ഇനി ആദ്യം തൊട്ട് ഇനി ഇതെല്ലാം പഠിക്കേണ്ടി വരുമല്ലോ എന്നൊരു നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ക്ലാസ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പം നല്ലതായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയാത്ത ഒരു സീറോ ആയിട്ട് നിന്ന എനിക്കും അതുപോലെ എല്ലാ കെമിസ്ട്രിക്കാർക്കും അങ്ങനെ ആയിരിക്കും. നമുക്ക് നല്ലതായിട്ട് ഒരു ഇമ്പ്രൂവ്മെന്റ് തോന്നി. ഒന്നും അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളായിരുന്നു. ആദ്യം തൊട്ട് ABCD പഠിക്കുന്ന പോലെ ഫസ്റ്റ് തൊട്ടേ ഓരോ കാര്യങ്ങളെല്ലാം പഠിച്ച് ബയോകെമിസ്ട്രിയിൽ അതുപോലെ പഠിച്ച് ഇപ്പം എന്തോന്ന് പറയാ, എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ അറിയാം. ഇനി അതെല്ലാം ഒന്ന് കറക്റ്റ് ഒന്ന് എന്താ ഒന്ന് അറേഞ്ച് ചെയ്ത് വരണം. ഒത്തിരി കാര്യങ്ങൾ ഇപ്പൊ പഠിച്ചു, ഒന്നും അറിയാത്തതൊന്നും ഇപ്പം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അതുപോലെ തന്നെ മാമിന്റെ ക്ലാസ് നമുക്ക് നല്ലതായിട്ട് എന്താ കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിരുന്നു. ഓരോ ടോപ്പിക്ക് പഠിപ്പിക്കുക, അതിന്റെ MCQs തരിക, അത് ഡിസ്കസ് ചെയ്യുക, എക്സാംസ് കണ്ടക്ട് ചെയ്യുക. അപ്പൊ അതെല്ലാം നല്ലൊരു ട്രാക്കിലൂടെയാണ് പോയത്. എനിക്ക് 100% സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പിന്നെ നമ്മളെ സൈഡിൽ നിന്ന് അതിന്റെ മാക്സിമം പഠിക്കണം. അതാണ് നല്ലതായിരുന്നു. എല്ലാം കൊണ്ട് നല്ലൊരു ഓപ്ഷൻ ആണ് എന്ന് ചൂസ് ചെയ്തത് നല്ലൊരു ഓപ്ഷൻ ആണെന്ന് ഇപ്പൊ മനസ്സിലായി. പഠിച്ചു അല്ലേ? ശരിക്കും പറഞ്ഞാൽ കെമിസ്ട്രിക്കാരൊക്കെ ആയിരിക്കും മിക്കപ്പോഴും മാർക്കും കൂടുതല് അല്ലേ? ചില എക്സാമിലൊക്കെ എനിക്ക് തന്നെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. കാരണം ഈ കെമിസ്ട്രി പഠിക്കുന്നവര് ഫസ്റ്റ് വരുമ്പോഴത്തേക്കൊക്കെ ചില മിക്കപ്പോഴും 50 above ഒക്കെ സ്കോർ ചെയ്യുന്നുണ്ട്. ഈ 60 ചില എക്സാമിനൊക്കെ 60 ഒക്കെ കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുമ്പോഴത്തേക്കും ഇത് നിങ്ങളെല്ലാം പഠിച്ച എഫേർട്ട് എടുത്തത് സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു.